ശ്രീ വി പി, താങ്കൾ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിക്കുള്ള മറുപടിയിൽ എല്ലാം വിശദമായി പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ പറയുന്ന ഏറ്റവും കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാനുള്ള കാരണമായി പറഞ്ഞ ഏറ്റവും കാതലായ കാര്യം ഇതാണ്. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഇനോർഡിനേറ്റ്ലി ഡിലൈഡ് in complying with the assurance of Honorable Prime Minister Shri Narendra Modi and has not sent any assessment memo even after 3.5 months of the incident. നേരത്തെ അബിൻ വർക്കി പറഞ്ഞ PDN പറ്റിയാണ്. PDN പറഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്നതാണ്. ശ്രീ വി പി ശ്രീധരൻ, താങ്കൾ ഞാൻ കള്ളം പറയുമെന്ന് ഈ ചർച്ചയിൽ പറഞ്ഞത് മനസ്സിലാക്കാം. MHA ഇങ്ങനെ വ്യാജം പറയാമോ? PDN എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3-4 മാസം കഴിയാതെ പൂർത്തിയാക്കിയ ഒറ്റ സംസ്ഥാനം കാണിച്ചു തരാമോ? ഈ PDN എന്ന് പറയുന്ന ഈ ശാസ്ത്രീയ വിശകലന രീതി ആദ്യം ചെയ്തത് കേരളമാണ് എന്നാണ് 2018. അന്ന് 4 മാസം എടുത്തു. സിക്കിമിൽ എന്നാണ് ഈ ദുരന്തമുണ്ടാവുന്ന 4 ഒക്ടോബറിൽ 2023. PDN തുടങ്ങിയത് 7 ഡിസംബറിൽ. PDN കഴിഞ്ഞ് പൂർത്തിയാക്കിയത് 24 ജൂൺ 2024. 4 മാസം. ജോഷിമഠിൽ ജനുവരി 2023 സംഭവം ഉണ്ടായി. ഈ പറയുന്ന രീതിയിൽ വിശകലനം നടത്തി സബ്മിറ്റ് ചെയ്തെന്നാണ് സെപ്റ്റംബർ 2023. ഹിമാചൽ പ്രദേശിൽ ദുരന്തമുണ്ടാവുന്ന ജൂലൈ 2023. ഈ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന നിങ്ങൾ ഈ 3 മാസം വൈകി എന്ന് വ്യാജം പറയുന്ന ഇത് സമർപ്പിച്ചെന്നാണ് ഡിസംബർ 2023. PDN വൈകി എന്ന് പറയുന്നത് വ്യാജമല്ലേ, കാപട്യമല്ലേ ശ്രീ പത്മനാഭൻ? അത് പൈസ തരാതിരിക്കാനുള്ള ലൂപ്പ് ഹോൾ ഉണ്ടാക്കലല്ലേ? ഈ ചർച്ചയിൽ ഏറ്റവും മോശമായ രീതിയിൽ തനി രാഷ്ട്രീയം പറയുന്നത് ആങ്കറാണ്. സജീഷ് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അയാൾ BJP വിമർശിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും. അബിൻ വർക്കി ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ വളരെ മാന്യമായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. പക്ഷെ നിലവാരം കുറഞ്ഞ രീതിയിൽ തറ രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുകയാണ് ആങ്കർ. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മറുപടി പറയാം. കേന്ദ്ര സർക്കാർ 2 തവണയായി 145.63 കോടി ജൂലൈ 31 ഒക്ടോബർ 31 കൊടുത്തു. 290 കോടി രൂപ. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കേന്ദ്രം കൊടുത്ത SDRF ഫണ്ട് 384 കോടി രൂപ വേറെയുണ്ട്. ഈ പൈസ മൊത്തം സ്റ്റേറ്റ് ഫണ്ട് അടക്കം 782 കോടി രൂപയുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തോട് ആ SDRF ഫണ്ടിൽ നിന്നും പകുതി പൈസ വയനാടിന് വേണ്ടി ചെലവഴിച്ചോളാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ടാണ് ഈ PDN റിപ്പോർട്ട് നവംബറിൽ കൊടുത്തതിന് ശേഷം, നവംബർ മാസം 13 ചേലക്കര തെരഞ്ഞെടുപ്പിന് അന്ന് കൊടുത്തതിന് ശേഷം 153 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇന്നത്തെ കത്തിൽ മറുപടിയിൽ പറഞ്ഞത് ഇവരുടെ PDN റിപ്പോർട്ട് കിട്ടിയത് 13-നാണ്. ഇത് പരിശോധിച്ച് മന്ത്രിതല സമിതി പരിശോധിച്ച് ഉടൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പോരാണ്ട് NDA ഗവൺമെന്റുകൾ 60 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 700 ചില്ലാനം കോടി രൂപ കേന്ദ്രം കൊടുത്തത് സംസ്ഥാനത്തിന്റെ കയ്യിലുണ്ട്. അതിൽ പകുതി എടുത്ത് ചെലവഴിച്ചോളാൻ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് NDA ഗവൺമെന്റ് കൊടുത്തത്, മറ്റുള്ളവർ കൊടുത്തത് എല്ലാം ചേർന്ന പൈസയുണ്ട്. ഇത് ചെലവഴിക്കാൻ എന്താ തടസ്സം? ഈ ആളുകൾക്കൊക്കെ വാടക വീട് ഏർപ്പാടാക്കി കൊടുക്കാനും ദിവസത്തിൽ ചെലവിന് പൈസ കൊടുക്കാനും ഇത് പോരാ. ഇത് ചെലവാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഇനിയും വേണം, ഞങ്ങളെ കൈവശമുള്ള ഫണ്ട് തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പുത്തുമലയിൽ എന്താ സ്ഥിതി? പുത്തുമലയിലേക്ക് പോകാം. താങ്കൾ ഈ പറഞ്ഞ SDRFന്റെ തുകയൊന്നും തമിഴ്നാട്ടിന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അത് നിങ്ങൾ രാഷ്ട്രീയം പറയാനാ ശ്രമിക്കുന്നത്. ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്ന ചോദ്യം അങ്ങേക്ക് മറുപടി ഇല്ലാത്ത കാരണം അങ്ങ് എനിക്ക് മേൽ മൂന്നാംകട രാഷ്ട്രീയം ആരോപിക്കുകയാണ്. ഇപ്പോഴും ചോദിക്കുകയാണ്, കേന്ദ്ര സംഘം എത്തി തമിഴ്നാട് 900 കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിന് അടിയന്തര സഹായം നൽകാൻ കഴിയാത്തത് എന്താണ് ശ്രീ പത്മനാഭൻ? അത് ചോദ്യമാണ്. അങ്ങേക്ക് മറുപടി ഇല്ലെങ്കിൽ അങ്ങ് എന്നെ എന്ത് വായി തോന്നുന്ന വൃത്തിയോട് പറഞ്ഞാലും അതിന് ഉത്തരവില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി. കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി. സതീഷ് ചെയ്യുന്നില്ല, അബിൻ വർക്കി ചെയ്യുന്നില്ല. നിങ്ങളാണ് കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്നത്. അതിനായിട്ട് ഇന്നിപ്പോ വ്രതം എടുത്ത് വന്നതാ. അത് നടക്കൂല ആഷ്മി ട്ടോ, എന്റെ അടുത്ത് നടക്കൂല. ശ്രീ പത്മനാഭൻ, നിങ്ങളെ പണിയെടുക്കാം. കോൺഗ്രസ്സുകാരെക്കാട്ടും വലിയ BJP വിരോധമൊന്നും വേണ്ട. അങ്ങ് എത്രമാത്രം എന്നെ വായിൽ തോന്നുന്ന പള്ളും അസഭ്യവും വൃത്തികേടും പറഞ്ഞാലും എന്റെ ചോദ്യം ഉത്തരമില്ലാതെ നിൽപ്പാണ്. ആ ചോദ്യം എന്താണ്? തമിഴ്നാടിൽ ഡിസാസ്റ്റർ ഉണ്ടായി കേന്ദ്ര സംഘം എത്തി ആ ദിവസം 900 ചില്ലുവാനം കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിനോട് എന്തിനാണ് ആ പൈസ ഇല്ലാത്തത് എന്ന ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ മറുപടിയില്ല. ആ മറുപടി ഇല്ലപ്പോൾ താങ്കൾക്ക് വായിൽ തോന്നുന്ന വൃത്തികേട് 4 തിരിയോടെ പറഞ്ഞു കുഴപ്പമില്ല. എന്നാൽ പോലും അങ്ങേക്ക് മറുപടി ഇല്ലെങ്കിൽ മറുപടിയില്ല എന്ന് സമ്മതിക്കുക ശ്രീ പത്മനാഭ. കേൾക്കാനുള്ള ക്ഷമയില്ല, ഉത്തരം കേൾക്കാനുള്ള ക്ഷമയില്ല.
ഉത്തരം കേൾക്കാനുള്ള ക്ഷമയില്ല. നിങ്ങൾ കേന്ദ്രം നുണ പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർലമെന്റ് ചോദിക്കുക എന്ന് ഞാൻ പറയാൻ കാരണതാ. നിങ്ങൾ കേന്ദ്ര സർക്കാർ നുണ പറയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും പറയുന്നു ഇപ്പോഴും പറയാണ് PDN എന്ന് പറയുന്ന 4 മാസത്തിനകം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനവും ഇല്ല. അതിനുള്ള ഉത്തരമാണ് VP ശ്രീപത്മനാഭൻ. PDN പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന നമ്മൾ 2000 ചില്ലുവാനും കോടി ചോദിച്ച ഈ അസസ്മെന്റ്, കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും വിവിധ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ അസസ്മെന്റ് ശാസ്ത്രീയ പരിശോധനാ രീതി 4 മാസം കൊണ്ടല്ലാതെ പൂർത്തിയാക്കിയ ഒരൊറ്റ സംസ്ഥാനവും ഇല്ല. അത് കാരണം പണം തരുന്നില്ല എന്ന് പറയുന്നത് വ്യാജമല്ലേ ശ്രീപത്മനാഭൻ? കേന്ദ്രത്തിന് നുണ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രം നുണ പറയുന്നു എന്ന് നിങ്ങൾ നുണ പറയുന്നു, കേന്ദ്രം നുണ പറയുന്നു എന്ന് നിങ്ങൾ നുണ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പാർലമെന്റ് ചോദിക്കാൻ. പാർലമെന്റ് നുണ പറയാൻ പറ്റൂലല്ലോ. പാർലമെന്റ് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, തമിഴ്നാട്ടിൽ SDR ഫണ്ട് കിടപ്പുണ്ട്. ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിൽ SDR ഫണ്ട് കിടപ്പുണ്ട്. താങ്കൾ പറഞ്ഞ 500 കോടി SDRFിൽ കിടക്കുന്ന കാര്യം നമ്മൾ ആദ്യ മെമ്മോറാണ്ടത്തിൽ മറച്ചു വെച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു അത് ചെലവാക്കാൻ കഴിയാത്ത കാരണം എന്താണ്? ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. മാനദണ്ഡ പ്രകാരം ശ്രീപത്മനാഭൻ ഒരാൾക്ക് ഈ അവിടെ ദുരന്തത്തിൽ ഒരു വീട്ടുകാർക്ക് 10 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ക്ഷമിക്കൂ സാർ, ഒന്ന് ക്ഷമിക്കൂ. അങ്ങനെ പറഞ്ഞ് ചെലവാക്കാൻ പറ്റില്ലെന്നേ മാനദണ്ഡം. സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് 2ാമത്തെ കത്ത്. മാനദണ്ഡം മാറ്റണമെന്നാണ് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. കേരളത്തോട് ചിറ്റമ്മ നയം കാണിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് മറുപടി. താങ്കൾ മറുപടി പറ. പാർലമെന്റിൽ താങ്കൾ മറുപടി പറ. തമിഴ്നാട്ടിൽ 900 കോടി അനുവദിച്ച് എന്തിനാണ് അങ്ങേക്ക് മറുപടി ഉണ്ടോ? മറുപടി ഇല്ലാത്തതുകൊണ്ടല്ലേ സാറേ അങ്ങ് ഈ പറയുന്ന രീതിയിലുള്ള വികാര വിക്ഷോഭങ്ങൾ കാണിക്കുന്നത്? VP, അങ്ങയുടെ പ്രായത്തിന്റെ പക്വത പോലും ഇല്ലാതെ അങ്ങ് എന്നെ വായിൽ തോന്നിയതൊക്കെ പറയുന്നത് ഈ പറയുന്ന ചോദ്യത്തിന്റെ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ലേ ശ്രീ VP? സജീഷോ അബിൻവർക്കിയോ അല്ല, ഹാഷ്മി കേന്ദ്രത്തെ പറ്റി പറയുന്ന നുണകൾ ഏതെങ്കിലും ഒരു MP-യോട് പറഞ്ഞു പാർലമെന്റ് ചോദിക്കാനാണ് അങ്ങോട്ട് ചോദിക്കണോ? പാർലമെന്റ് ചോദിക്കാനാണ് BJP പ്രതിനിധിയെ ചർച്ചയിലേക്ക് വിളിക്കണോ? വേണ്ടല്ലോ. ഹാഷ്മി പറയുന്ന നുണകൾ എന്റെ പൊന്നു VP ശ്രീപത്മനാഭ, എന്റെ പൊന്നു VP ശ്രീപത്മനാഭ, താങ്കൾ നിലവിട്ട്, താങ്കൾക്ക് പ്രായത്തിന്റെ പക്വത വിട്ട്, ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നത് വിട്ട്, വ്യക്തിപരമായി എന്നെ എത്രത്തോളം കരിവാരിത്തേക്കാൻ നോക്കിയാലും അധിക്ഷേപിച്ചാലും ഇനി 4 തെറിവാക്ക് പറഞ്ഞാലും ശ്രീപത്മനാഭ, എന്റെ ചോദ്യം അവിടെ നിൽപ്പാണ്. തമിഴ്നാട്ടിൽ ആ ദിവസം പോയി കേന്ദ്രത്തിന് 900 കോടി കൊടുക്കാമെങ്കിൽ പ്രധാനമന്ത്രി വന്ന് കണ്ട ദുരന്തത്തിൽ 5 പൈസ തരാത്തത് എന്താണ് എന്ന് ചോദ്യത്തിനെങ്കിൽ മറുപടിയില്ല. അതുകൊണ്ട് അങ്ങേക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. അങ്ങയുടെ കുറ്റമല്ല, അങ്ങ് പാവ. 2005 പാസാക്കിയ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ല. 2005 നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ല. UPA സർക്കാർ കൊണ്ടുവന്നതാ കേട്ടോ. UPA സർക്കാർ കൊണ്ടുവന്നതാ. ആ നിയമപ്രകാരം രാജ്യത്ത് കാര്യങ്ങൾ നടക്കുള്ളൂ. കാര്യമില്ല. ശരി, ഓക്കെ. എന്തായാലും ഈ പറയുന്ന രീതിയിൽ SDRFിന്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും അറിയാത്തതല്ല. അതിൻ്റെ ഗേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രിഞ്ചൻറ്റ് ഗേറ്റ് ലൈനാണ്. അത് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ സർദാർ സരോവർ ഡാമിൻ്റെ താഴെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് അത് മൊത്തം കുടിച്ച ഡാം വറ്റിക്കൂ എന്ന് പറയുന്ന മട്ടാണ്. ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം ആ ദുരന്തബാധകൾക്ക് ഒരു വീട്ടുകൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ അയാളുടെ വീട് മൊത്തം പോയിരിക്കണം, അയാളുടെ വീട്ടിൽ മരണമുണ്ടായിരിക്കണം, അയാളുടെ വീട്ടിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ കഴിയണം, അയാളുടെ വീട്ടിൽ പശുക്കളുണ്ടെങ്കിൽ 3 പശുക്കളെങ്കിലും ചത്തുപോയിരിക്കണം. ഇത്രത്തോളം ദുരന്തമുണ്ടായവർക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന പരമാവധി തുക എത്രയെന്നറിയോ? 10 ലക്ഷം.